ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് കസ്റ്റഡിയിലുള്ള ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറി. ഇവരുടെ കൊലയ്ക്ക് ഉത്തരവാദി നെതന്യാഹു ആണെന്ന് കുറ്റപ്പെടുത്തി ബന്ധുക്കളുടെ പ്രതിഷേധം. ഇസ്രായേലിലെ നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ശനിയാഴ്ച ഹമാസ് 6 ബന്ദികളെ കൂടി കൈമാറും. റഫ അതിർത്തിയിൽ ഇസ്രായേൽ തടഞ്ഞ ട്രക്കുകളിൽ ചിലത് ഗസയിലേക്ക് കടത്തിവിട്ടു. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മൃതദേഹങ്ങൾ കൈമാറും, പകരം ഇസ്രായേലി ബന്ദികളെ കൈമാറുമെന്നാണല്ലോ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടു നൽകിയത്? ഈ ബന്ദി കൈമാറ്റം ഇന്ന് നടന്നോ? അവിടുന്ന് 4 മൃതദേഹങ്ങളാണ് കൈമാറിയിരിക്കുന്നത്. നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ബിബാസ് എന്ന അമ്മയുടെയും 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു 83-കാരന്റെ മൃതദേഹവും. ഈ 4 പേരെയും കൊലപ്പെടുത്തിയത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ്. അവരാണ് ഈ കൊലക്ക് ഉത്തരവാദികൾ എന്ന് നേരത്തെ തന്നെ ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഖാൻ യൂനിസ്